ശരി, അജീഷ് ജയകുമാർ കൂടി ചേരുന്നുണ്ട്. അജീഷ്, ഇപ്പോൾ ഇന്നലെ മുതൽ തുടങ്ങിയ ആരോപണ പ്രത്യാരോപണങ്ങളാണ്. CPIM നേതാക്കൾ അവരുടെ വാദത്തിൽ ഉറച്ചു നിൽക്കുന്നു. രാവിലെ MV ഗോവിന്ദനും MV ജയരാജനുമൊക്കെ അതേ വാദങ്ങളിൽ ഉറച്ചു നിൽക്കുകയാണ്. പക്ഷേ കോൺഗ്രസ് നേതാക്കൾ കൂട്ടത്തോടെ പ്രതിരോധിക്കുന്നത് ഈ KSU പ്രവർത്തകർ ആരോഗ്യമന്ത്രിയുടെ അടുത്തേക്ക് എത്തിയിട്ടേയില്ല. ആരോഗ്യമന്ത്രിയാണ് പ്രവർത്തകരുടെ അടുത്തേക്ക് നീങ്ങാൻ ശ്രമിച്ചത് എന്നുള്ളതാണല്ലോ. എന്തൊക്കെയാണ് ഉയരുന്ന ആരോപണ പ്രത്യാരോപണങ്ങൾ അജീഷ്? ഉന്മേഷ്, ഈ KSUവിന്റെയും ഒപ്പം തന്നെ യൂത്ത് കോൺഗ്രസിന്റെയും ഒക്കെ ആരോപണം, അവരുടെ ഒരു ന്യായീകരണം എന്ന് പറയുമ്പോൾ ഈ ആരോഗ്യമന്ത്രിയുടെ അടുത്തേക്ക് ഈ KSU പ്രവർത്തകർ, അവിടെ ഉണ്ടായിരുന്ന 5 പേർ കറുത്ത കൊടിയുമായി എത്തുന്നില്ല എന്നുള്ളതാണ്. പോലീസ് അതിനു മുമ്പ് തന്നെ ഈ പ്രവർത്തകരെ പിടിച്ചു മാറ്റി എന്നുള്ളതാണ് അവർ പറയുന്നത്. ഈ പുറത്ത് വന്ന ദൃശ്യങ്ങളിലൊന്നും ഈ KSU പ്രവർത്തകരുടെ കൈയോ അല്ലെങ്കിൽ ഈ കൊടിയോ ഒന്നും നേരിട്ട് ഈ ആരോഗ്യമന്ത്രിയുടെ ദേഹത്ത് സ്പർശിക്കുന്നതായിട്ട് കാണുന്നില്ല എന്നാണ് അവർ പറയുന്നത്. മാത്രമല്ല, റെയിൽവേയുടെ ഒരു CCTV ദൃശ്യമുണ്ട്. ഈ സംഭവം നടക്കുന്നതിന്റെ തൊട്ട് മുകളിലായിട്ടാണ് ഈ CCTV ദൃശ്യമുള്ളത്. അതിന്റെ ആംഗിൾ എന്ന് പറയുമ്പോൾ ടോപ്പ് ആംഗിൾ ആയിരിക്കും. സ്വാഭാവികമായിട്ട് ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നു കഴിഞ്ഞാൽ അവിടെ നടന്നതിന്റെ യഥാർത്ഥ സംഭവം പുറത്തു വരും എന്നുള്ളതാണ് കോൺഗ്രസ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ ദൃശ്യം പുറത്തുവിടാൻ റെയിൽവേ പോലീസ് തയ്യാറാകണം എന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. നിലവിൽ ഈ ദൃശ്യങ്ങൾ RPFന്റെ അനുമതിയോടെ അത് വാങ്ങാനായി കേസ് അന്വേഷിക്കുന്ന റെയിൽവേ പോലീസ് അപേക്ഷ നൽകിയിട്ടുണ്ട്. ആ അപേക്ഷ പരിഗണിച്ചു കഴിഞ്ഞാൽ, അപേക്ഷ നൽകി അത് കിട്ടിക്കഴിഞ്ഞാൽ, ഈ ദൃശ്യങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി എന്താണ് നടന്നത് എന്നുള്ളതിന്റെ കാര്യത്തിൽ ഒരു വ്യക്തത വരും. നിലവിൽ അത് അപേക്ഷ നൽകിയിട്ടുണ്ട്. എന്തായാലും നിർണായകമായിട്ടുള്ള ആ CCTV ദൃശ്യങ്ങൾ പുറത്തുവിടണമെന്നാണ് കോൺഗ്രസ് പറയുന്നത്. നിലവിൽ ഈ കേസിൽ 5 പേരെയാണ് പോലീസ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തത്. ഈ 5 പേരെയും ഇന്നലെ രാത്രി തന്നെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിരുന്നു. ഇവർക്കെതിരെ ആയുധം ഉപയോഗിച്ച് ദേഹോപദ്രവം ഏൽപ്പിക്കൽ ഉൾപ്പെടെയുള്ള വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസ് എടുത്തിട്ടുള്ളത്. ഇവരെല്ലാവരെയും മാർച്ച് 12 വരെയാണ് റിമാൻഡ് ചെയ്തിട്ടുള്ളത്. എന്തായാലും കോൺഗ്രസ് ഇപ്പോൾ നടത്തുന്ന ഒരു പ്രചാരണം, ഒരു ക്യാമ്പയിനും തുടങ്ങിയിട്ടുണ്ട്. അതായത് മന്ത്രിക്ക് എതിരെ KSU പ്രവർത്തകർ ആക്രമണം നടത്തുന്ന ദൃശ്യങ്ങൾ പുറത്തുവിടുന്നവർക്ക്, ആ ദൃശ്യങ്ങൾ നൽകുന്നവർക്ക് കുഴിമന്തിയും 1 പവൻ സ്വർണ്ണ നാണയം നൽകാം തുടങ്ങിയ ക്യാമ്പയിനുകൾ ആരംഭിച്ച് ഈ യൂത്ത് കോൺഗ്രസും KSUവും അടക്കമുള്ള സംഘടനകൾ പ്രചാരണം തുടങ്ങിയിട്ടുണ്ട്, ക്യാമ്പയിൻ തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും അവർ ഇപ്പോഴും അവരുടെ ഭാഗത്ത് ഉറച്ചു നിൽക്കുകയാണ്. മന്ത്രിയെ KSU പ്രവർത്തകർ ആക്രമിച്ചിട്ടില്ല എന്നുള്ളത്. അല്പസമയം മുമ്പ് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് സംസാരിച്ചപ്പോഴും മന്ത്രിക്ക് പരിക്കേറ്റിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ, അത് അഭിനയമാണോ എന്നുള്ള കാര്യത്തിൽ അത് ജനം വിലയിരുത്തട്ടെ. എന്തായാലും KSUവിന്റെ പ്രവർത്തകർ മന്ത്രിയെ ആക്രമിച്ചിട്ടില്ല എന്നാണ് KPCC പ്രസിഡന്റ് പറയുന്നത്. എന്നാൽ സംസ്ഥാന സെക്രട്ടറി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജനും പറയുന്നത് ഇത് ആസൂത്രിതമായിട്ടുള്ള ഒരു വധശ്രമത്തിന്റെ ഭാഗമായിട്ട് നടന്നതാണ് ഈ പ്രതിഷേധമെന്ന് അതിൽ ഉറച്ചു നിൽക്കുകയാണ് CPM നേതാക്കൾ.